ഖുർആനിലെ ഡ്യുവൽ കോൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വഹലഖ്നാക്കും അസ്വാജ എന്ന് പറയുന്ന ഐ ക്രിയേറ്റഡ് യു ഇൻ പേഴ്സ് എന്ന് പറയുമ്പോൾ വി യൂഷ്വലി ടേക്ക് ഇൻ ദറ്റ് സെൻസ് ഓഫ് ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ കോൺസെപ്റ്റ്. പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻ യു ബിലീവ് ഇറ്റ്? ഒരു ഇമോഷൻ്റെ കേസാണെങ്കിൽ ദർ ഈസ് എ സാഡ്നെസ് ആൻഡ് എ ഹാപ്പിനെസ്. വെൻ ഇറ്റ് കംസ് ടു ഫിസിക്കൽ think there is some physical effect externally for what we are internally taking in. അതുപോലെ when it comes to some kind of action, it could be good or bad. A thought can be good and bad. A value can be good and bad. അപ്പോൾ ഗുഡ് ആൻഡ് ബാഡ് പറയുമ്പോൾ തന്നെ വി ഹാവ് എ ലോട്ട് ഓഫ് ഡിവിഷൻസ് ടു ഗോ വിത്ത് ഇറ്റ്. ഒരു ഇമോഷൻ പറയുമ്പോൾ തന്നെ എല്ലാം ഓപ്പോസിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഒരു ഇൻറ്റൻഷനെ കുറിച്ച് പറയുമ്പോഴും ദർ ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ സീ ആൻഡ് ദാറ്റ് യു ക്യാൻ നോട്ട് സീ. ആസ് അബവ് സോ ബിലോ എന്ന് പറയുന്നത് പോലെ, ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്ന് പറയുന്നത് പോലെ, ഡ്യുവൽ കോൺസെപ്റ്റ്സിനെ എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹോപ്പ് എനിവെയർ. ഇത് കഴിയൂല എന്ന് പറയുമ്പോൾ കഴിയും എന്ന് പറയുന്നൊരു ഭാഗം അവിടെ പോസിബിളാണ്. ഇറ്റ് ഈസ് ദെയർ. അതുപോലെ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് അവിടെ ഓണാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. അപ്പോൾ വൈ ഡിഡ് this concept come up in Quran is because it is the point of hope, which gives hope. ചില കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ അതുണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഫ്രേസ് കൂടിയിട്ടാണ്. when we talk about a hadith that speaks about Iman, Islam and Ihsan together, 3 കോൺസെപ്റ്റ്സ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാം ഇസ് ദ ആക്ഷൻ സൈഡ് ഓഫ് ഇറ്റ് ആൻഡ് ഈമാൻ ഇസ് ദ ബിലീഫ് സൈഡ് വിച്ച് ഈസ് നോട്ട് സീൻ. ബിലീഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ബിലീഫ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനൊന്നും പറ്റില്ല. വി ഓൺലി ജഡ്ജ് ഓർ വി ഓൺലി അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേ ദേ അണ്ടർസ്റ്റാൻഡ്, ദ വേ ദേ ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഓർ ദ വേ ദേ ബിഹേവ് വിത്ത് ഇറ്റ്. ദെയർ പേഴ്സണാലിറ്റി മൈറ്റ് എക്സ്പ്ലെയിൻ what they are actually believing in. And there could be times when a person can actually intend to show something and believe something else. This is also possible. അപ്പോൾ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള തോട്ട്, ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. And when we speak in terms of religion or when we speak in terms of the source, we would say അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഏറ്റവും ബെസ്റ്റ് അൺസീൻ ആയവനാണ്. അതുകൊണ്ട് ലെറ്റ് ഹിം ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് ആർ സൈഡ് ഓഫ് തവക്കുൽ. അപ്പോൾ ഈമാൻ ഈസ് എ ബിലീഫ് സൈഡ് ഓഫ് ഇറ്റ് ഓർ ദ അൺസീൻ സൈഡ് ഓഫ് എനി തോട്ട്, ആൻഡ് ആക്ഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് വാട്ട് വി ആർ തിങ്കിങ് ആൻഡ് വാട്ട് വി ആർ ആങ്കറിങ് ഇൻ സെൻസ് ഓഫ് വാല്യൂസ് ഓർ ബിലീഫ് ഓർ വാട്ട് എവർ. ചിലപ്പോൾ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസസിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിശ്വാസം എന്നാണല്ലോ പറയുക. മുമ്പുണ്ടായതുകൊണ്ട് ഒരു വിശ്വാസം, അല്ലെങ്കിൽ മുമ്പ് ചെയ്തു പോയതുകൊണ്ട് ഒരു ധൈര്യം, അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ചത് കൊണ്ട് ഒരു പേടി. നമ്മളിങ്ങനെ മുമ്പ് സംഭവിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം ഒരു ബിലീഫിൻ്റെ ഭാഗമാണ്. അങ്ങനെയല്ലേ? സോ വൈ കാൺട്ട് വി ഫോക്കസ് ഓൺ ബിലീഫ്സ് ദാറ്റ് വിൽ ഗിവ് യു ഹോപ്പ്, വിച്ച് മീൻസ് ആ ബിലീഫ് സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോർ ഹ്യൂമൻ മാൻകൈൻഡ് എന്ന് പറയുമ്പോൾ why can't we actually stay in it and experience it എന്നുള്ളതാണ് ചോദ്യം. സോ ദിസ് ഈസ് വെയർ സ്പിരിച്വൽ എസെൻസ് കംസ് ഇൻ ടു പ്ലേ. ഒരു മനുഷ്യനെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് സൃഷ്ടിച്ചവൻ തന്നെ തന്നിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള കുറച്ച് വാല്യൂ സിസ്റ്റത്തിനെ, വാല്യൂ സെറ്റിനെ, അല്ലെങ്കിൽ വാല്യൂ കമ്പൈലേഷനെ, ഒരു വാല്യൂ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് അക്കമ്പനി ചെയ്തിട്ട്, ഒന്ന് അനലൈസ് ചെയ്തിട്ട്, ഒന്ന് അഡ്രസ് ചെയ്തിട്ട്, ഒന്ന് റിയലൈസ് ചെയ്തിട്ട്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ യു വുഡ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ബിലീഫ് ക്യാൻ ബ്രിങ് ഇൻ ടു ആൻ ആക്ഷൻ ആൻഡ് വാട്ട് ആൻ ആക്ഷൻ ക്യാൻ ബ്രിങ് ഇൻ ടു എ പേഴ്സൺസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന, എഹ്സാനോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ all of it is going to one single point എന്ന് പറയുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് ഒരു ആക്ഷൻ തന്നെ ഫോളോ ചെയ്ത് ഒരു ബിലീഫിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ the core reason of standing in one, the core understanding of being in oneness, out of the good and bad we choose good.
out of above and below, we can choose above or below. അങ്ങനെയല്ലേ? Out of sadness and happiness, I choose one out of it. I cannot be sad and happy at the same time. അങ്ങനെയല്ലേ? If I want something bitter, and I take the bitter. If I want something sweet, I take sweet. I will not take bitter when I want sweet. അപ്പോൾ ചോയ്സസ് സംഭവിക്കുമ്പോൾ ഒറ്റ ചോയ്സേ സംഭവിക്കണുള്ളൂ എന്ത് കാര്യത്തിലും. Then why is it when it comes to the belief system or a belief that we are not able to believe in oneness? That is a question for today. A very interesting concept ആണ് കോൺസെപ്റ്റ് ഓഫ് എഹ്സാൻ. ഈമാൻ, ഇസ്ലാം ആൻഡ് എഹ്സാൻ ആണ് ഒരുമിച്ചാണ് ഹദീസുകളിൽ പറയപ്പെടുന്നത്. വൈ ത്രീ ഓഫ് ഇറ്റ് ടുഗെദർ ആൻഡ് വൈ എഹ്സാൻ ഇൻ ബിറ്റ്വീൻ, വിച്ച് ഈസ് സംതിങ് ദാറ്റ് ഗിവ്സ് ഹോപ്പ് ടു a good intention and a good action. അപ്പോൾ എഹ്സാനെ വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തിനാണ് എഹ്സാനോട് കൂടി ചെയ്യാൻ പറഞ്ഞത്? എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് ക്വസ്റ്റ്യനിങ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതിനാണ് എഹ്സാൻ എന്ന് പറയുന്നത്. ഡീപ്പർ വേർഷൻസിലേക്ക് പോയാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ നിയത്ത്, ഇൻറ്റൻഷൻ, അതും സെറ്റ് ചെയ്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടും കൂടി മനസ്സിൽ കണ്ട് ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് ചെയ്യാനിരിക്കുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് അറൗണ്ട് ഇറ്റ് ആൻഡ് ഇൻ ഇറ്റ് ഈസ് ഗോയിങ് ഗ്രേറ്റ്, ആൻഡ് ഈവൻ ദ പേഴ്സൺ ഹു ഇസ് ഡെലിവറിങ് ഇറ്റ്, ദാറ്റ് ഈസ് മീ, ഐ എം ഓൾസോ ഫീലിംഗ് ഗ്രേറ്റ് അബൌട്ട് ഇറ്റ് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എഹ്സാൻ എന്ന കോൺസെപ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ, എഹ്സാനോട് കൂടി ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ വാട്ട് എം ഐ ആക്ച്വലി ഡൂയിങ്? ഇത് ഇത്രയും തന്നെ മതിയോ? ഇതിനെ കുറച്ചും കൂടി നന്നാക്കിക്കൂടെ? ഇതിനെ ഇങ്ങനെ ആക്കിയാൽ എങ്ങനെയാവും? ഇതിങ്ങനെ തന്നെ അല്ലേ? ഒരു സംഭവം നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്ന മൊമെൻറ്റിൽ വി സേ വാവ്, ദിസ് ഈസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ് എന്ന് നമ്മൾ പറയും. എനിക്ക് ഇതാണ് അത് എന്ന് നമ്മൾ പറയും, ഇതാണത്. അപ്പോൾ ഇതാണ് അത് എന്ന് പറയുന്ന മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് എഹ്സാനോട് കൂടി ചെയ്യാമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. അതിങ്ങനെ ചോദിച്ച് ലാസ്റ്റിലായിരിക്കും യെസ് ഇതാണ് അത് എന്ന് നമ്മൾ പറയാം. ആദ്യം തന്നെ പറയില്ലല്ലോ. വിച്ച് മീൻസ് യു ആർ ഗോയിങ് ത്രൂ എ സീരീസ് ഓഫ് ആക്ഷൻസ്, സീരീസ് ഓഫ് തോട്ട്സ് ടു റീച്ച് ടു ദാറ്റ് വൺ പോയിൻറ്റ് വിച്ച് വെൻ യു വിൽ സേ വാവ്. അപ്പോൾ അവിടെയും ഒരു വൺനെസ്സിൻ്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഈവൻ വെൻ യു ചൂസ് ടു ഡു സംതിങ്, ഒരുപാട് ചോയ്സസ് ഉണ്ട്, പക്ഷേ യു വിൽ നോട്ട് ടേക്ക് ഓൾ ഓഫ് ഇറ്റ് അറ്റ് ദ സെയിം ടൈം. ഓരോന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, വൺ അറ്റ് എ ടൈമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരെണ്ണല്ലേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യു കനോട്ട് ഈറ്റ് എ ബിറ്റർ ആൻഡ് സ്വീറ്റ് ഫുഡ് അറ്റ് ദ സെയിം ടൈം. ആദ്യം ഒന്ന് പിന്നെ മറ്റൊന്ന്, ബിക്കോസ് യു നോ ദ മിക്സ് ഓഫ് ബോത്ത് ഇസ് ഗോയിങ് ടു ഗിവ് യു, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗിവ് യു ആൻ ഒറിജിനൽ എഫക്റ്റ്. അതിൻ്റെ ഒറിജിനാലിറ്റി എന്താണെന്ന് മിസ്സാവും, നമുക്ക് നന്നായിട്ട് അറിയാം. സോ എക്സ്പീരിയൻസിങ് വൺ തിങ് അറ്റ് എ ടൈം ആക്ച്വലി അലൗസ് യു ടു എക്സ്പീരിയൻസ് ദ എസെൻസ് ഓഫ് ഇറ്റ്. ശരിക്കും അതെന്താണ്, ശരിക്കും ഇതെന്താണ്? ഇപ്പോൾ മീനിൻ്റെ ടേസ്റ്റാണോ മീറ്റിനുള്ളത്? അതെങ്ങനെ അറിഞ്ഞത്? ഹൗ ഡിഡ് യു നോ? ബിക്കോസ് യു ആർ ബ്രോട്ട് അപ്പ് ഈറ്റിംഗ് മീൻ ഓൺലി, അല്ലെങ്കിൽ ഫിഷ് മീറ്റ് ഓൺലി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചെറുപ്പം തൊട്ടേ നിങ്ങൾക്ക് ഫുഡ് തന്നിരുന്നെങ്കിൽ യു വിൽ നോട്ട് നോ വാട്ട് ഈസ് മീറ്റ് ആൻഡ് വാട്ട് ഈസ് ഫിഷ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ എസെൻസ് അറിയണമെങ്കിൽ, ഒരു കാര്യത്തിൻ്റെ കോർ അറിയണമെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ തന്നെയല്ലേ സാഡ്നെസ്സും ഹാപ്പിനെസ്സും. സാഡ്നെസ് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കറിയാം സാഡ് എന്ന് പറഞ്ഞാൽ കരയും, ഹാർട്ട് അറ്റാക്ക് വരും, നെഞ്ചുവേദന എടുക്കും, തലവേദന എടുക്കും, ചിലപ്പോൾ വയറുവേദന എടുക്കും, കോൺസ്റ്റിപ്പേഷൻ, ലൂസിങ് യുവർ സെൽഫ്, ഫോളിങ് ഡൗൺ, സ്ലീപ്പിംഗ്, ഫറ്റീഗ്. അപ്പോൾ സാഡ്നെസ്സിൻ്റെ എല്ലാ സാധനവും പഠിച്ചു. ഹൂ ടോട്ട് യു ദാറ്റ്? നോബഡി ഡിഡ്. യു ലേൺ ഇറ്റ് ഓൺ യുവർ ഓൺ. അതുപോലെ വെൻ ഇറ്റ് ബിക്കംസ് ഹാപ്പിനെസ്, ഓരോരുത്തരുടെ ഹാപ്പിനെസ്സിൻ്റെ എഫക്ട്സ് വേറെയാണ്. ചിലർക്ക് നിൽക്കാൻ കഴിയില്ല, നിൽക്കാനും ഇരിക്കാനും വയ്യെന്ന് പറയുന്നത് പോലെ ബി ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. ഓർ മേ ബി ദേ വോണ്ട് ടു ഈറ്റ് സംതിങ് ഗ്രേറ്റ് വെൻ ദേ ആർ ഹാപ്പി, ഓർ മേ ബി ദേ വോണ്ട് ടു talk to somebody for a long time. Maybe they want to go and sit somewhere and enjoy some place, or take it alone for a long time. അപ്പോൾ an experience of happiness is also different for each person. അത് അവരുടെ കോർ യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. യു ക്യാൻ നെവർ സേ ഇതാണ് ഹാപ്പിനെസ്, ഇതാണ് സാഡ്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് സ്മൈൽ ചെയ്താൽ ഹാപ്പിനെസ്, കരഞ്ഞാൽ സാഡ്നെസ്, നമ്മളൊന്ന് ജനറലൈസ് ചെയ്യും. പക്ഷെ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ, സാഡായാലും ചിരിക്കാറുണ്ട്, ഹാപ്പി ആയാലും കരയാറുണ്ട്. അപ്പോൾ യു കെ നോട്ട് ജനറലൈസ് ഇറ്റ് ദാറ്റ് വേ ഓൾസോ. പിന്നെ എങ്ങനെയാണ് സാഡാണോ ഹാപ്പി ആണോ എന്നറിയാം? ഇറ്റ് ഈസ് എ ഫീലിംഗ്.
യു ജസ്റ്റ് നോ എന്ന് പറയില്ലേ. സോ എവ്രി ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഏത് കാര്യവും അതിലൊരു ചൂസിങ് ഉണ്ട്, അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ആ അണ്ടർസ്റ്റാൻഡിങ്ങിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വിച്ച് മീൻസ് എവറിത്തിങ് ഈസ് നോയിങ്, യു ആർ നോയിങ് എവറിത്തിങ് അറൗണ്ട് യു. നമ്മൾ രാവിലെ എണീറ്റിട്ട് പുറത്തിറങ്ങുമ്പോൾ ദ ഫസ്റ്റ് തിങ് യു സീ ഒരു പൂവ്. ഹായ് ഒരു പൂവ് എന്ന് പറയാൻ എത്ര പേർക്ക് തോന്നാറുണ്ട്? ഐ ഡോണ്ട് ഹാവ് ദ ടൈം ബിക്കോസ് മൈ പ്രയോറിറ്റി ഈസ് ഇൻ മൈ മൂവിങ്. ഓക്കെ, പക്ഷെ ഞാൻ അതിനൊന്ന് കണ്ടു, എനിക്ക് അതിനൊന്ന് സ്മരിക്കാൻ തോന്നുകയാണെങ്കിൽ ദ നെക്സ്റ്റ് മിനിറ്റ് യു ആർ ഇൻ എ ഡിറ്റാച്ച് മോഡ് ഓഫ് യുവർ തോട്ട്സ്. അവിടെ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് ഞാൻ മൂവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഐ എം നോട്ട് ഫ്രസ്ട്രേറ്റഡ് വെൻ ഐ പോസ്. സോ ദ പവർ ഓഫ് പോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഹ്യൂമൻ ബീങ്. അതിനാണ് പ്രപഞ്ചം മുഴുവനും നമുക്ക് നിറങ്ങളും പാറ്റേൺസും ജീവജാലങ്ങളും ഒക്കെ കണ്ണിന് മുമ്പിൽ ഫ്രീ ആയിട്ട് നമുക്ക് വിഷനായിട്ട് കാണാൻ തന്നിട്ടുള്ളത്. അപ്പോൾ കാണുന്ന കാര്യങ്ങളിൽ എത്രയുണ്ടെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങളിൽ എത്രയുണ്ടാവും. വിച്ച് മീൻസ് യു നീഡ് ടു പോസ് യുവർ ഇന്നർ സെൽഫ് ഓൾസോ അറ്റ് സം പോയിൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്. അപ്പോഴാണ് നമ്മൾ പറയുക, ഒരു ബ്രേക്ക് ഇടണം, ഒന്ന് പോസ് ചെയ്യണം, ഒന്ന് സ്റ്റില്ലാവണം, ഒന്ന് വെറുതെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. വൈ? This is a recalibration point or recalibration moments or a pause moment where you will sit with nothing and start analyzing. ഒരു വിസ്ഡം സ്പിരിച്വൽ ആവുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ആൻഡ് ഹൗ ഈസ് എ സ്പിരിച്വൽ വിസ്ഡം മേക്കിംഗ് യു എ സ്പിരിച്വൽ ബീയിങ് എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ നമ്മൾ പറഞ്ഞു പോയി, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഒരു വിസ്ഡത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എസെൻസ് പാർട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു കേക്ക് തന്നു, ഒരു കറി തന്നു, രണ്ടിൻ്റെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഓബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ദ സെയിം തിങ്. അപ്പോൾ ഇത് രണ്ടും തരുമ്പോൾ ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഐ വിൽ ചൂസ് ടു പിക്ക് വൺ ഔട്ട് ഓഫ് ദ ടു അറ്റ് വൺ മൊമെൻറ്റ്. അല്ലാതെ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. which means there is a choice happening and that is a consciously taken effort. It is an intentionally done process called eating. നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത് എനിക്കത് മതി എന്നെ തീരുമാനിച്ചുകൊണ്ട് പിക്ക് ചെയ്ത് ചൂസ് ചെയ്തെടുക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ കേക്കിൻ്റെ എക്സ്പ്രഷൻ സ്വീറ്റ്നെസ്സാണ്, കറിയുടെ എക്സ്പ്രഷൻ അത് ഇപ്പോൾ എരിവാണെങ്കിൽ ലെറ്റ്സ് കോൾ ഇറ്റ്സ് വെരി സ്പൈസി. ഈ സ്പൈസിയും മധുരവും ഒരുമിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ വാസ് ഗിവൺ എ ഫുഡ് ലൈക്ക് ദിസ്, കേക്കിൽ കറി ഒഴിച്ചിട്ട് ചെറുപ്പം തൊട്ടേ കഴിക്കണ ഞാനാണെങ്കിൽ വിൽ ഐ ഫൈൻഡ് എനിത്തിങ് ഡിഫറെൻറ്റ് ഇൻ ഇറ്റ്? കേക്ക് സ്വീറ്റ് ആണെന്നോ കറികാരനാണ് സ്പൈസി ആണെന്നോ എനിക്കറിയാൻ പറ്റില്ല. സോ വൈ ഐ എക്സ്പീരിയൻസ് ഇറ്റ് ഡിഫറെൻ്റ്ലി ഇസ് ബിക്കോസ് ഒറ്റയ്ക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അത് എന്താണെന്ന് അറിയുമ്പോഴേ ഇതിനെ മിക്സ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതല്ല കേട്ടോ, ഇതാണ് കേട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുക. അങ്ങനെയല്ലേ? അപ്പോൾ ഐ വിൽ നോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ തിങ്സ് ഓൺലി ഇഫ് ഐ ഗെറ്റ് ടു നോ ഈച്ച് വൺ ഓഫ് ഇറ്റ് ഇൻഡിവിജ്വലി. അങ്ങനെയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ബിലീഫ് സിസ്റ്റവും. ഇപ്പോൾ നമ്മൾ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞു, ഈമാൻ കാര്യങ്ങൾ 6ആണ്. ഈ 6 കാര്യങ്ങളും ഒറ്റയ്ക്ക് എന്താണെന്ന് മനസ്സിലായാലും മാത്രമേ എനിക്കതിൻ്റെ കളക്റ്റീവായിട്ട് ഇതിനെ വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? സോ വാട്ട് ഈസ് ദറ്റ് കളക്റ്റീവ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ വെരി ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ. കാരണം ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ ഈ കേക്ക് ടേസ്റ്റ് ചെയ്യുന്നത് പോലെ, കറി ടേസ്റ്റ് ചെയ്യുന്നത് പോലെ അതൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് അറിയണമെങ്കിൽ അതിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അതൊന്ന് അറിഞ്ഞു നോക്കിയിട്ട് അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അത് ഈമാൻ്റെ സൈഡ്. ഇനി ഇസ്ലാമിൻ്റെ സൈഡാണെങ്കിൽ ഇറ്റ് ഇസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് സൈഡ്. എനിക്ക് ആ റിച്വൽസ് ചെയ്യുമ്പോൾ ഒരു ഫീലിങ്ങും ഇല്ല എന്നാണെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ ബിലീഫ് ബിഹൈൻഡ് ഇറ്റ്. ചിലപ്പോൾ ആക്ഷൻ സൈഡിൽ പൊതുവേ സംഭവിക്കുന്നത് വി നോർമലി കീപ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് വി ഹാവ് ബീൻ ഇൻ a family like that where all the rituals were being passed on or we have seen them doing it and we'll do it. അതിന് പിന്നിലുള്ള എസെൻസ് എന്താണെന്ന് പറഞ്ഞു തരുമോ പറഞ്ഞിട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥയില്ലെങ്കിൽ നോബഡി ഈസ് ഗോയിങ് ടു നോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് നമ്മൾ ചെയ്യുന്ന റിച്വൽസിൻ്റെ കാരണം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ദേ ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ആസ്
a ritual of a belief or a ritual part of a belief, അല്ലെങ്കിൽ a ritual happening with a belief, അല്ലെങ്കിൽ a ritual happening with an intentional belief, അല്ലെങ്കിൽ with an intention എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വാട്ട് ഈസ് എ സ്പിരിച്വൽ ലിവിങ്? ഓ സിംപ്ലി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എഹ്സാനോട് കൂടി ചെയ്യാമെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈമാനും ഇസ്ലാമും എഹ്സാനോട് കൂടി ആവാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബ്രിഡ്ജിങ് കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുക എന്ത് കാര്യവും. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ബിലീവ് ഇൻ മൈ ക്രിയേറ്റർ. ഹൗ ഡു ഐ ബ്യൂട്ടിഫുള്ളി ബിലീവ് ഇൻ മൈ ക്രിയേറ്റർ? ഐ വിൽ ട്രൈ ടു സീ മൈ ക്രിയേറ്റർ ഇൻ ഓൾ ക്രിയേഷൻസ്. അങ്ങനെയല്ലേ? അത് ഞാനാവാം, നിങ്ങളാവാം, ഈ കമ്പ്യൂട്ടറാവാം, ലാപ്പാവാം, കളേഴ്സ് ആവാം, മെറ്റീരിയൽസ് ആവാം, വാട്ട് എവർ, ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ ക്രിയേറ്റഡ്. ഇതൊന്നും തന്നെ ഉണ്ടായതല്ല. അപ്പോൾ ഐ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഇതാരായിരിക്കും, ഇതെങ്ങനെയായിരിക്കും, ഇത് ഏതുപോലെ ആയിരിക്കും, എന്തുകൊണ്ടായിരിക്കും, ചോദ്യം. വി സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, വി സ്റ്റാർട്ട് ബിക്കമിങ് ക്യൂരിയസ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിൽ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. ആൻഡ് നൺ ഓഫ് ദ ബിലീഫ് മോഡ്യൂൾ ഇസ് സംതിങ് ദാറ്റ് വി ഹവ് സീൻ. എന്ന് വെച്ചാൽ റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, കിതാബുകളെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല, ഖദർ എന്താണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അന്ത്യനാൾ, ലാസ്റ്റ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഇറ്റ്സ് എ കോൺസെപ്റ്റ്, പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. ദെൻ ഹൗ ഡു ഐ നോ? അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഇതെങ്ങനെ അറിയാം? അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് വെച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ബിക്കോസ് വി ആർ നോട്ട് ട്രെയിൻഡ് ടു ബിലീവ് ലൈക്ക് ദാറ്റ് വിത്ത് എ റീസൺ ഓർ വിത്ത് ആൻ എക്സ്പീരിയൻസ്. ദ സെക്കൻഡ് തിങ് ഇസ് നമ്മളിങ്ങനെ വൈ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യണം. ഐ എം സ്പീക്കിംഗ് ഓൺ ദ ക്യാമറ നൗ. അപ്പോൾ എന്തിനാ അത് പറഞ്ഞത്, ഇതെന്തിനാ പറഞ്ഞത്, അതെന്താ അങ്ങനെ, ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഐ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഓക്കെ ഇത് ഇങ്ങനെയല്ല അല്ലേ, ഇങ്ങനെ പറയാല്ലേ. ആൻഡ് ഐ സ്റ്റാർട്ട് റിഫൈനിങ് മൈ വേർഡ്സ്, മൈ എക്സ്പ്രഷൻ, മൈ ടോക്ക്, മൈ ലുക്സ്, മൈ പ്രസൻറ്റേഷൻ ഇൻ എ ഹോൾ. അപ്പോൾ ദിസ് ഈസ് ഹൗ ദ കോൺസെപ്റ്റ് ഓഫ് ഇഹ്സാൻ വർക്ക്സ്. ഇറ്റ് ഈസ് ലൈക്ക് ടെല്ലിങ് യു ഇത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ വേറെ എങ്ങനെയോ ആണ്, അങ്ങനെയല്ലേ? ഇത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ വേറെ എങ്ങനെയോ ആണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ വേറെ എങ്ങനെയൊക്കെയോ അല്ല എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡ്യുവൽ കോൺസെപ്റ്റ് ഹാപ്പനിങ് അൺകോൺഷ്യസ്ലി. യു ആർ നോയിങ് എ ഡ്യുവൽ കോൺസെപ്റ്റ്. സാഡ്നെസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിലൊരു ഹാപ്പിനെസ് ഉണ്ട്. സാഡാന്ന് പറയുമ്പോൾ ഹാപ്പി ആവാൻ പറ്റുമല്ലോ. ഹാപ്പിനെസ് ആണെന്ന് പറയുമ്പോൾ സാഡ്നെസ്സും വരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഒരു സാധ്യതകളെ കുറിക്കുന്ന, അല്ലെങ്കിൽ നല്ല സെൻസില്ല കേട്ടോ, ഇൻ എ ഗുഡ് സെൻസ്, സാധ്യതകളെ കുറിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇഹ്സാനോട് കൂടി ചെയ്യാമെന്ന് പറയുന്നതും കൂടിയിട്ട് അവിടെ സംഭവിച്ചത്. ദേ ക്യാൻ ജസ്റ്റ് ആ ഹദീസ് ശരിക്കും ഈമാൻ ഇസ്ലാം മാത്രമായിട്ട് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ബട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഇഹ്സാൻ വാസ് ആഡഡ് ടു ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ തോട്ട് വിച്ച് ഡിഡ് നോട്ട് ഹാപ്പൻ ഫ്രം എ ഹ്യൂമൻ ബീങ്. As per the hadith, it was Jibreel who came down and who explained these concepts to the people surrounding the Prophet sallallahu alaihi wasallam. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ അറിയിച്ചു കൊടുത്തതും ആസ് എ ന്യൂ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവിച്ചതാണ്. വിച്ച് മീൻസ് ദെയർ ആർ കോൺസെപ്റ്റ്സ് വിച്ച് വി വിൽ ലേൺ ഓർ വി വിൽ നോ റിലേറ്റഡ് ടു ദ കോൺസെപ്റ്റ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓൺ ദിസ് എർത്ത് ആസ് വാല്യൂസ് ആൻഡ് വിസ്ഡംസ് എന്നാണ് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഒന്നും കൂടി ആലോചിച്ച് നോക്കിയാൽ ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി എക്സ്പ്ലെയിനിങ് ദാറ്റ് ഔട്ട് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്, വിച്ച് മീൻസ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് ഡെപ്തിൽ അതിനെക്കുറിച്ച് ഇത്രയും ഒത്തൻറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ദ പോയിൻറ്റ് ഈസ് ഇൻ ഒത്തൻറ്റിസിറ്റി ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ദറ്റ് വൺ തിങ് which we would say yes ഇതാണ് അതെന്ന് പറയുന്ന പോയിൻ്റാണ് യെസ് ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പറയുന്ന ആ പോയിൻറ്റിലാണ് നമ്മുടെ യക്കീൻ ഉറപ്പിക്കുക. വി ആർ കൺവിൻസ്ഡ് ഓൺ യെസ് ദാറ്റ്സ് ഇറ്റ് എന്നുള്ള ഒരു കൺവിൻസിങ് മൊമെൻറ്റ് വരിക. അപ്പോൾ അത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ വന്നാൽ മാത്രമല്ലേ എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണല്ലേ ഞാൻ വിശ്വസിക്കുന്നത്, ഇതാണല്ലേ ഓക്കെ, പിന്നെ നമുക്ക് അതിൽ തോട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സോ ദിസ് ഈസ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ഹദീഫ് വിച്ച് മെൻഷൻഡ് ഓൾ ത്രീ കോൺസെപ്റ്റ്സ്.
ഇസ്ലാം, ഈമാൻ ആൻഡ് എഹ്സാൻ. ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട് വന്നപ്പോൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യും. ഈ ഫ്ലേവർ ഇഷ്ടമുണ്ടോ, ഇത് ഡൈജഷൻ പ്രോപ്പർ ആവുന്നുണ്ടോ, വയറിന് പ്രോബ്ലം ഉണ്ടോ, അലർജീസ് വരുന്നുണ്ടോ, ഇങ്ങനെ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ കുട്ടിക്ക് കോമ്പിനേഷൻസ് കൊടുത്തു തുടങ്ങാം. സോ ഐ വാസ് തിങ്കിങ്, ഇതാരും നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല, വി ജസ്റ്റ് നാച്ചുറലി ഡു ഇറ്റ്. അങ്ങനെയാണല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കൊടുക്കില്ല. അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ സൃഷ്ടാവ് നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് പോയി. ബിക്കോസ് വി പേഴ്സണലി ബിലീവ് ദാറ്റ് ചൈൽഡ് ഈസ് ബോൺ ഫ്രം മീ, ഐ എം ദ ക്രിയേറ്റർ ഓഫ് ഇറ്റ്. അങ്ങനെയാണല്ലോ, എവറി മദർ തിങ്സ് ദാറ്റ് I am the one who created the child and I am responsible for the baby's creation, so I know. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ക്രിയേറ്റർക്കും അങ്ങനെ തോന്നിക്കൂടെ? അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ എനിക്ക് എക്സ്പീരിയൻസസ് പല രീതിയിൽ ഓരോന്ന് ചിലപ്പോൾ കോമ്പിനേഷൻസ് ഒക്കെ ഇട്ട് തരുന്നത്. അതിൽ നിന്ന് എന്തോ എനിക്ക് തന്നെ അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ? അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി അനദർ വേ. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നമുക്കത് പോയിൻ്റ് ഔട്ട് ചെയ്ത് തരാം. ഇതായിരിക്കും കേട്ടോ ഇങ്ങനെ വന്നത്, ഇങ്ങനെ എടുത്ത് നോക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ച് നോക്കട്ടോ, ഇങ്ങനെ ആയി കൂടെ അത് എന്നൊക്കെ നമ്മളടുത്ത് ഒരാൾ വന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ ആ വിസ്ഡം, അല്ലെങ്കിൽ ആ സിറ്റുവേഷണൽ വിസ്ഡം, അല്ലെങ്കിൽ ആ മൊമെൻ്ററി വിസ്ഡം ഒക്കെ നമുക്ക് കിട്ടാന്ന് പറയുന്നത്. സോ എവറി എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ് ഹാസ് എ റീസൺ ആൻഡ് ആക്ച്വലി ആർ ക്രിയേറ്റർ ഇസ് പുട്ടിങ് അസ് ത്രൂ എ ലോട്ട് ഓഫ് ഇതുപോലെയുള്ള ടെസ്റ്റ്. നമ്മളതിനെ ടെസ്റ്റ് എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് എ പെയിൻഫുൾ ടെസ്റ്റ്, അതൊരു എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദാറ്റ് മേക്സ് എസ് ഫീൽ എ ലോട്ട് മോർ ലൈറ്റർ. എന്നെ പരീക്ഷിക്കാണല്ലോ എന്നുള്ള വേദനിപ്പിക്കുന്ന പരീക്ഷണമായിട്ട് കാണാതെ എക്സ്പെരിമെൻ്റൽ പരീക്ഷണമായിട്ട് കാണുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസിനോട് തോന്നുന്ന ഒരു ഹ്യൂമിലിറ്റി ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഓക്കെ, ലെറ്റ് മീ സീ വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് തോന്നാൻ നമുക്കൊരു ഇഷ്ടം അതിൽ തോന്നൂലേ? സോ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്, കണ്ടംപ്ലേറ്റ്. ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാറ്? ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് എ ഹദീസ്, എഹ്സാൻ എന്നൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈമാനും ഇസ്ലാമും പറഞ്ഞിട്ടുണ്ട്. വൈ ഓൾ ഓഫ് ദീസ് ത്രീ ടുഗെദർ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ഇൻറ്റൻഷൻ ബേസിസ് ആണ്, എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒന്ന് ആ ബിലീഫ് സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ആക്ഷനാണ്. അപ്പോൾ അവിടെ എന്തിനാണ് ഇഹ്സാൻ വന്നതെന്ന് വൺ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ചെയ്യുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. പക്ഷേ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ ചെയ്യുന്ന കാര്യം ഇറ്റ് കുഡ് ബി ടഫ് ഓർ ഇറ്റ് കുഡ് ബി വെരി ലൈറ്റ്. ഏതാണെങ്കിലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എൻ്റെ റേസ് ചെയ്യാൻ പറ്റുമോ, ക്യാൻ ഐ ഡു മോർ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം ആക്ച്വലി എലിവേറ്റിംഗ് myself on my own. It's a self-motivation concept എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, it is actually elevating you from that level to the next level. Every time you put an effort to it, your mind is expanding, your brain is expanding, your body is getting accustomed to do more in however situation you elongate it to. എന്തൊക്കെയാണോ അഡീഷണലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത് എൻ്റെ ലൈഫിലേക്ക്, അതെല്ലാം എൻ്റെ പുതിയ എക്സ്പീരിയൻസസ് ആണ്. വിച്ച് മീൻസ് ഒരു സീരിയസ് ആയിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഐ ഡോണ്ട് ഫൈൻഡ് എനി ചാലഞ്ചിങ് സിറ്റുവേഷൻ ആസ് ചാലഞ്ചിങ്. അങ്ങനെയല്ലേ? ഐ വിൽ ഫൈൻഡ് എവറി സിറ്റുവേഷൻ ആസ് ഓക്കെ, കുറച്ചും കൂടി ചെയ്തു നോക്കാം എന്നുള്ളൊരു തോട്ട് നമുക്ക് അവിടെ നാച്ചുറലായിട്ട് വരും. അതല്ലാതെ ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക, ഇതിങ്ങനെ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് ഗിവിങ് ഹോപ്പ്. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്തും എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, അപ്പോൾ ഞാൻ ചെയ്ത് നോക്കട്ടെ എന്നൊരു തോട്ട് അവിടെ വന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴും എങ്ങനെയൊക്കെയോ ആണ് എന്നതിലേക്ക് എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം തിങ്കിങ് ദി ഓപ്പോസിറ്റ്. സോ ഇറ്റ്സ് ആക്ച്വലി ഗിവിങ് യു എ ഡ്യുവൽ വേ ഓഫ് തിങ്കിങ് ഓർ തിങ്കിങ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാത്രിക്ക് ഒരു പകലുണ്ടല്ലോ, ഒരു സാഡ്നെസ്സിന് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഒരു നല്ലതിന് ഒരു ചീത്ത ഉണ്ടല്ലോ, ഒരു ഗുഡ് ആൻഡ് ബാഡ് ഉണ്ടല്ലോ, ഒരു ആകാശത്തിന് ഒരു ഭൂമി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ദാറ്റ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇതും കൂടെ ഒന്ന് മാച്ച് ചെയ്താലേ ദ കോൺസെപ്റ്റ് ഓഫ് ഇഹ്സാൻ ഇസ് ശരിക്കും ബ്യൂട്ടിഫുൾ. അങ്ങനെയല്ലേ?